ദേവേന്ദ്രന് വൃത്രനെ കൊന്നതിൻ്റെ ബ്രഹ്മഹത്യാ പാപം ബാധിച്ച് മനോവിഭ്രാന്തി പിടിച്ച് ദേവേന്ദ്രൻ സ്വർഗം വിട്ടു കളഞ്ഞു. 1 ദിവസം കാത്തു, 2 ദിവസം കാത്തു, 3 ദിവസം കാത്തു, 4 ദിവസം കാത്തു, അങ്ങനെ 10 ദിവസം കാത്തു. 10 ദിവസം കാത്തിട്ടും ദേവേന്ദ്രനില്ല. ഇന്ദ്രാണി തന്നെ ചാർജ് വഹിച്ചു ദേവേന്ദ്രൻ്റെ. അങ്ങനെ കൂടുതൽ ഒരാൾക്ക് ചാർജ് കൊടുക്കാവുന്ന സ്ഥലമല്ല സ്വർഗം. അതുകൊണ്ട് ദേവേന്ദ്രൻ ഉണ്ടായേ മതിയാവൂ എന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു. ആരെ ദേവേന്ദ്രനാക്കും? 100 അശ്വമേധയാഗം പൂർത്തിയാക്കിയിട്ടുള്ള ആളിന് മാത്രമേ ആ ആസനത്തിൽ ഇരിക്കാനൊക്കൂ. എല്ലാത്തവൻ കയറുന്ന കത്തിപ്പോവും. ആസനമല്ല കയറിയിരിക്കുന്നവൻ. അതാണ് ഇന്ദിരാസനത്തിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ പിന്നെ ഇന്ദ്രൻ്റെ അനുവാദത്തോടുകൂടി ഇരിക്കണം. അന്വേഷിച്ച് നോക്കി 100 അശ്വമേധയാഗം നടത്തിയ രാജാക്കന്മാർ ആരാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അങ്ങനെ ഭൂമിയിൽ അന്വേഷിച്ചപ്പോൾ ഞാനത് നടത്തിയ ആളാണെന്ന് അവർ കണ്ടെത്തി. പിന്നെ നീയും പറഞ്ഞല്ലോ ഞാൻ പരമധാർമ്മികനായിരുന്നുവെന്ന്. ഒരു പ്രശംസയും ഇഷ്ടപ്പെടാത്ത ആളായിരുന്നു ജൂലിയസ് സീസർ. ജൂലിയസ് സീസറിനെയും ഒരാൾ പ്രശംസിച്ച് വീഴ്ത്തി. ജൂലിയസ് സീസറിനോട് ഇന്ന് പറഞ്ഞു, പ്രശംസ ഇഷ്ടപ്പെടാത്തതായിട്ട് അങ്ങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ്, പ്രശംസിച്ച് വീഴ്ത്തുക കഴിവുള്ളവനും പ്രശംസിച്ച് വീഴ്ത്തുക തന്നെ ചെയ്യും. അങ്ങനെ 100 അശ്വമേധയാഗം നടത്തുകയും പരിപൂർണമായ ധാർമ്മിക ജീവിതവും നയിച്ചിരുന്ന ആളായിരുന്നല്ലോ ഞാൻ എന്ന് അദ്ദേഹം തന്നെ എടുത്ത് പിന്നെ ഇദ്ദേഹത്തിനോട് പറഞ്ഞു. അറിയാവുന്ന കാര്യം, പറയേണ്ട ഒരാവശ്യമില്ല, എന്നാലും പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹത്തിലെ കുട്ടി ഉണർന്നു. ആരിലെ ധർമ്മപുത്രനിലെ കുട്ടി ഉണർന്നു. കഥ കേൾക്കാനുള്ള ഇമ്പം. എന്നിട്ട് ബാക്കി പറയൂ. അപ്പോൾ ഭീമൻ ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നതും ഭീമൻ ഈ ഉയരാത്ത മിഴികൾ, തളർന്ന മിഴികളെടുത്ത് ഒയ്യാക്കിപ്പോൾ കഥ കേൾക്കാനാണല്ലോ ഒരു താല്പര്യം വന്നുകൂടിയത്. ഈശ്വര എന്നുള്ള നിലയിൽ ഭീമനോടെ കിടക്കണം. എന്നാൽ എന്നെ മോചിപ്പിച്ചിട്ട് ഇവർ തമ്മിലിരുന്ന് കഥ പറയുകയെ തലകുത്തി പറയുകയെ ഗുസ്തി പിടിക്കുകയെ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. അതല്ല, ഇത് വായിലിരിക്കെ തന്നെ വായുടെ വേറൊരു ഭാഗം കൊണ്ട് പാമ്പിൻ വാ നിറച്ച് ഇയാളിരിക്കുകയല്ലേ ഈ മുറുക്കാൻ വായിലിട്ടുകൊണ്ട് സംസാരിക്കുന്നത്. അങ്ങനെ ഉണ്ടല്ലോ ചില മുറുക്ക് വിദഗ്ധന്മാരെ, വാ നിറച്ച് മുറുക്കാനായിരിക്കും. ഈ മുറുക്കാൻ കളയാതെ, അത്രയും നഷ്ടമാണല്ലോ അത് കളഞ്ഞാൽ, ആ മുറുക്കാൻ കളയാതെ മുറുക്കാൻ വായിലിട്ടുകൊണ്ടിരുന്ന് സംസാരിക്കുന്നത് പോലെ പാമ്പ് ആത്മകഥ എഴുതിയില്ല ഭാഗ്യത്തിന്. പറയുകയേ ചെയ്തുള്ളൂ. അങ്ങനെ പറയാൻ തുടങ്ങി. ദേവന്മാരെല്ലാവരും കൂടി വന്ന് എന്നെ ക്ഷണിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോയി അവിടെ ഇന്ദ്രനാക്കി ഇരുത്തി. അപ്പം ഞാൻ സ്വാഭാവികമായും വിചാരിച്ചു, ഇന്ദ്രനായാൽ പിന്നെ ഇന്ദ്രാണി വേണ്ടേ? പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഒരു ഇന്ദ്രാണിയെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു ഇന്ദ്രാണി അവിടെ വേക്കൻ്റായിരിക്കുന്നുമുണ്ട്. അപ്പോൾ ആ വേക്കൻസിയിലേക്ക് ഞാൻ തന്നെ എന്നെ റിക്രൂട്ട് ചെയ്ത് അപ്പോയിൻ്റ് ചെയ്തു. പക്ഷേ അത് ഇന്ദ്രാണിക്ക് ഇഷ്ടമായില്ല. ഇന്ദ്രാണി പറഞ്ഞു, ഒരു മനുഷ്യനെ ദേവേന്ദ്രനാണ് എന്ന് പറഞ്ഞാലും നിങ്ങളൊരു മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് എൻ്റെ ഭർത്താവ് തന്നെ പറ്റൂ. വേറൊരാളെ എന്ത് യോഗ്യനാണെന്ന് പറഞ്ഞാലും വേറൊരാളെ ഞാൻ ആ ഭർത്തൃസ്ഥാനത്തേക്ക് സ്വീകരിക്കാൻ പോകുന്നില്ല, അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നിവൃത്തിയില്ല. ഞാൻ ദേവേന്ദ്രനാണെങ്കിൽ നീ ഇന്ദ്രാണിയുമായിരിക്കും. നിനക്ക് ഞാൻ ചിന്തിക്കാൻ സമയം തരാം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ബലം പ്രയോഗിച്ച് നിന്നെ വിവാഹം കഴിക്കേണ്ടി വരും. അങ്ങനെ അവർക്ക് ഞാൻ സമയം കൊടുത്തു. അങ്ങനെ ഇരിക്കെ അവർ പല വ്രതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിവാഹം നീട്ടി കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ അറിയാതെ തന്നെ എന്നിലേക്ക് ഈ ദേവേന്ദ്രനാണ് ഞാൻ അവിടെ ഇരിക്കുമ്പോഴും എനിക്ക് പലപ്പോഴും ഞാൻ നാഘോഷനായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ കുറേ മാസങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ദേവേന്ദ്രനാണ് എന്ന് തോന്നിത്തുടങ്ങി. അതോടൊപ്പം തന്നെ എന്നിൽ മതവും ഉണ്ടായി. അതുകൊണ്ട് ഞാൻ അറിയാതെ അധർമ്മങ്ങളിലേക്ക് എൻ്റെ ചിന്ത പോവുകയും ചിന്തയിലെ അധർമ്മങ്ങൾ എൻ്റെ പ്രവൃത്തിയിലേക്ക് സംക്രമിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്കൊരു ദുർബുദ്ധി തോന്നി. പല്ലക്കിൽ സഞ്ചരിക്കുമ്പോൾ പല്ലക്ക് ചുമക്കുന്നത് ബ്രഹ്മർഷികളായിക്കോട്ടെ, അവർ വെറുതെ ഇരിക്കുകയല്ലേ, വെറുതെ തപസ്സം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് അവർ വന്ന് എൻ്റെ പല്ലക്ക് ചുമക്കട്ടെ. ഞാൻ ദേവേന്ദ്രനാണല്ലോ, പറഞ്ഞാൽ ചുമക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ അവരെ കൊണ്ട് ഞാൻ പല്ലക്കടുപ്പിച്ചുകൊണ്ട് യാത്ര പോകുന്നത് പതിവായി. സ്വർഗത്തിൽ തന്നെ ഭൂമിയിലേക്ക് വരുമ്പോൾ തേരിൽ വരും. ആ നടപ്പൊഴിവാക്കാനാണ്. അങ്ങനെ അദ്ദേഹം പല്ലക്കിൽ സഞ്ചരിച്ചു തുടങ്ങി.
അപ്പോൾ ഇതിൽ ആരും പെടും? അഗസ്ത്യനും പെടും. അഗസ്ത്യൻ തമിഴ്നാട്ടിൽ നിന്ന് ഇതിനു വേണ്ടി അവിടെ എത്തി. മറ്റേ സിദ്ധവൈദ്യമൊക്കെ കളഞ്ഞിട്ട് അഗസ്ത്യൻ തമിഴ്നാട്ടിൽ നിന്ന് ഇദ്ദേഹത്തെ ചുമക്കാൻ വേണ്ടി അവിടെ എത്തി. അഗസ്ത്യൻ നിൽക്കുന്ന ഭാഗം ഇത്തിരി താഴ്ന്നു കിടക്കും. അഗസ്ത്യന് നടപ്പിന് കാലിന് നീളം കുറവാകുമ്പോൾ നടപ്പിന് വേഗം കുറയുമല്ലോ. അപ്പോൾ ആ ഭാഗത്ത് വേഗതയില്ലാത്തതുകൊണ്ട് ആ വേഗതയിൽ തന്നെ ആർക്കും നടക്കേണ്ടി വന്നു, എല്ലാ ഋഷിമാർക്കും നടക്കേണ്ടി വന്നു. ആ ഭാഗത്തേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടക്കും. ഇത് ശല്യമായപ്പോൾ ഇദ്ദേഹം ഇതെന്താ നിങ്ങൾ എഴയുന്നത് പോലെ നടക്കുന്നത് എന്ന് ചോദിക്കുകയും കാലുകൊണ്ടൊരു ചവിട്ട് കൊടുക്കുകയും ചെയ്തു. പറഞ്ഞു, നീ അങ്ങനെ എന്നെ ഇഴഞ്ഞു നടക്കുന്നവരെന്ന് വിളിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ ഇഴഞ്ഞു നടക്കുന്നവനാണെങ്കിൽ നിനക്കറിയാമോ, ഞാൻ എൻ്റെ ഒറ്റ ചവിട്ട് കൊണ്ട് വിന്ധ്യനെ ഞാൻ അമർത്തിയിട്ടുണ്ട്. അത് നിനക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം എൻ്റെ ശക്തി എന്താണെന്ന്. നീ സർപ്പമായി പോട്ടെ എന്ന്. അങ്ങനെ ഞാൻ സർപ്പമായി താഴത്തേക്ക് പതിച്ചു. അപ്പോൾ താഴത്തേക്ക് പതിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് വിളിച്ച് മാപ്പ് പറഞ്ഞു, എനിക്ക് ശാപമോക്ഷം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ വരും എൻ്റെ അടുത്ത്. ധർമ്മപുത്രർ വരും, പാണ്ഡുവിൻ്റെ പുത്രൻ. അവൻ പരിപൂർണമായ സത്യസന്ധതയുള്ളവനും പരിപൂർണമായ അഹിംസയുള്ളവനും പരിപൂർണമായ ധർമ്മശ്രദ്ധയുള്ളവനുമാണ്. അവൻ നിങ്ങളെ സ്പർശിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പാമ്പിൻ്റെ ജന്മത്തിൽ നിന്ന്, സർപ്പജന്മത്തിൽ നിന്ന് വിമുക്തി ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും സ്വർഗത്തിലേക്ക് തന്നെ വരാം. ദേവേന്ദ്രൻ നിങ്ങളായിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ വന്ന് നിബന്ധിച്ചതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ശാപമോക്ഷം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ ഭീമനെ തിന്നാതിരിക്കാൻ പോകുന്നില്ല. ശാപമോക്ഷം ഉണ്ടെന്ന് ഇതൊക്കെ കേട്ടപ്പോഴേക്കും ഭീമനും സന്തോഷമായി. ഭീമനെ തളർന്ന കണ്ണുകളൊക്കെ തിളങ്ങി തുടങ്ങി. ഇദ്ദേഹത്തിന് വലിയ സന്തോഷമായി. പക്ഷേ ഇദ്ദേഹം കൺക്ലൂഡ് ചെയ്തത്, ഈ ആത്മകഥ ഉപസംഹരിച്ചത്, ഉപസംഹാര അധ്യായത്തിൻ്റെ അവസാനത്തെ വരിയായിട്ട് എഴുതിയത്, എൻ്റെ വായിൽ കിട്ടിയവനെ ഞാൻ തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇദ്ദേഹം പിന്നെയും ഗഞ്ചി നോക്കി. അതല്ല, അവനെ തിന്നരുത്, അവനെ കൊണ്ട് എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എൻ്റെ ധർമാനുഷ്ഠാനം പൂർണ്ണമാകണമെങ്കിൽ എനിക്ക് അവൻ്റെ ശാരീരിക ശക്തി ആവശ്യമുണ്ട്. അവൻ ഞാൻ തന്നെയാണ്, അവൻ വേറൊരു വ്യക്തിയല്ല. എൻ്റെ ശാരീരിക ശക്തിയെ പ്രത്യേകം സൃഷ്ടിച്ച് വച്ചിരിക്കുന്നതാണ് അവൻ. എൻ്റെ ആയുധശക്തിയെ പ്രത്യേകം സൃഷ്ടിച്ച് വച്ചിരിക്കുന്നതാണ് അർജുനൻ. എൻ്റെ സൗന്ദര്യബോധത്തെ പ്രത്യേകം സൃഷ്ടിച്ച് വച്ചിരിക്കുന്നതാണ്, പരിചര്യാവ്രതത്തെയും പ്രത്യേകം സൃഷ്ടിച്ച് വച്ചിരിക്കുന്നതാണ് നകുലസഹോദരന്മാർ. ഉണ്ട്, ഞങ്ങൾ അന്യന്മാരല്ല, ഞങ്ങൾ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അവനെ തിന്നാൽ എന്നെ തിന്നതിന് തുല്യമാണ്. എന്നെ തിന്നാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. ആലോചിച്ചിട്ട് പറഞ്ഞു, നിന്നെ തിന്നാൻ ധൈര്യമില്ല. അതെന്താ? നിന്നെ തിന്നാൽ കത്ത് പിടിക്കും. നിന്നെ ഞാൻ തിന്നില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ശരീരത്തെയും ഭക്ഷിക്കരുത്. കുറച്ച് നേരം ഉണ്ടാകിടുന്നു പാമ്പ്, അപകടത്തിൽ ചെന്ന് ചാടിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഇൻ്റലിജൻസ് ടെസ്റ്റ്, ഒരു IQ പരീക്ഷ, നിന്നെ ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ പരീക്ഷിക്കും. അതിൽ ജയിക്കുകയാണെന്ന് വെച്ചാൽ ഇവനെ ഞാൻ വിടാം. എന്തു പറയുന്നു? ഞാൻ ശ്രമിക്കാം. ആരാണ് യഥാർത്ഥ ബ്രാഹ്മണൻ? എന്താണ് യഥാർത്ഥമായ വേദ്യം? സത്യം, അഹിംസ, ദയ, പരമമായ കാരുണ്യം, തപസ്, ദാനം, ധൃതി, ശ്രീ, പരോപകാര തൽപരത, ആനൃശംസ്യം, ഇവ ചേർന്നവനാണ് യഥാർത്ഥ ബ്രാഹ്മണൻ. ബ്രഹ്മത്വം ജന്മം കൊണ്ട് സിദ്ധിക്കുമോ? ബ്രാഹ്മണത്വം ജന്മം കൊണ്ട് സിദ്ധിക്കില്ല. ബ്രാഹ്മണത്വം എന്ന് പറയുന്ന ബ്രഹ്മത്വം ജന്മം കൊണ്ട് സിദ്ധിക്കുകയില്ല. അത് തപസ്സുകൊണ്ടും നേരത്തെ പറഞ്ഞ ഗുണങ്ങളുടെ നിത്യമായ പരിശീലനം കൊണ്ട് മാത്രമേ സിദ്ധിക്കൂ. വളരെ കാലിക പ്രസക്തമായ ഒരു ചോദ്യവും ഉത്തരവുമാണല്ലോ മാഷെ. ഈ ബ്രഹ്മത്വം ബ്രാഹ്മണത്വം ജന്മം കൊണ്ട് സിദ്ധിക്കുമോ എന്നുള്ളത് വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യവും ഒരു ഉത്തരവുമാണ്. പ്രത്യേകിച്ചും ഈ ശാന്തി വിവാദം കൊടുമ്പിരി കൊള്ളുന്ന അവസരത്തിൽ. അതുകൊണ്ടല്ലേ ശാന്തിവാദം തീർന്നില്ലേ? ഇനിയും അത് പുനർജീവിക്കാമല്ലോ. പുനർജീവിക്കാവുന്നതാണ്. ബ്രാഹ്മണത്വം ജന്മം കൊണ്ട് സിദ്ധിക്കുകയില്ല എന്ന് പറയുന്നത് ധർമ്മപുത്രനാണ്. ആരോടാണ് പറയുന്നത്? നഹുഷനോട് പറയുന്നു. ജന്മം കൊണ്ട് സിദ്ധിക്കുകയില്ല എന്ന് വെച്ചാൽ ഏത് വർണ്ണത്തിലും ബ്രാഹ്മണൻ ഉണ്ടാകാമെന്നാണോ നീ ധരിച്ചു വച്ചിരിക്കുന്നത്? ഏത് വർണ്ണത്തിലും ബ്രാഹ്മണൻ ഉണ്ടാകാം.
ഏത് വർണ്ണത്തിലും ശൂദ്രനുണ്ടാകാം, ഏത് വർണ്ണത്തിലും ക്ഷത്രിയനുണ്ടാകാം, ഏത് വർണ്ണത്തിലും വൈശ്യനുണ്ടാകാം. അതവരുടെ ജന്മവാസനയിൽ ഏത് മുന്തി നിൽക്കുന്നുവോ അതിനെ ആസ്പദമാക്കി നിർണ്ണയിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ശൂദ്രന് ബ്രഹ്മത്വം സിദ്ധിക്കുമോ? ശൂദ്രനും ബ്രഹ്മത്വം സിദ്ധിക്കും. അപ്പോഴവനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കേണ്ടി വരും. സമൂഹം അതിനെതിരെ നിന്നേക്കാം, ജനങ്ങളെതിരെ നിന്നേക്കാം, പണ്ഡിതന്മാരെതിരെ നിന്നേക്കാം. അത് വകവയ്ക്കേണ്ടതില്ല, ഞാനാണെങ്കിൽ വകവയ്ക്കുകയുമില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനത്തെ ശൂദ്രൻ, തപസ്സുള്ള ശൂദ്രൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ശൂദ്രന് തപസ് ചെയ്യാമെന്ന് വന്നു അവരുടെ. തപസ്സുള്ള ശൂദ്രൻ, അഹിംസ പരിപാലിക്കുന്ന ശൂദ്രൻ, സത്യത്തെ സാക്ഷാത്കരിക്കുന്ന ശൂദ്രൻ, പരമമായ കാരുണ്യത്തെ ഹൃദയഭാവമായി സംവഹിച്ചിട്ടുള്ള ശൂദ്രൻ, ധൃതിയുള്ള ശൂദ്രൻ. ധൃതി എന്ന് വെച്ചാൽ ധൈര്യം, ധൈര്യം എന്ന് വെച്ചാൽ പഞ്ചേന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച് നിർത്താനുള്ള കഴിവാണ്. മറ്റേ ബ്രേവറി എന്നുള്ളതല്ല, കറേജിയസ്നെസ് എന്നുള്ള ധീരതയല്ല. ധൃതി, ശ്രീ, ദാനം, ഇത്രയുമുള്ള ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നത് ശൂദ്രനായിട്ടോ ജനിച്ചത് ശൂദ്രനായിട്ടോ ആണെങ്കിലും അവന് ബ്രഹ്മത്വ സിദ്ധി ഉണ്ടാകും. അവൻ ബ്രാഹ്മണനാണ്. അതിന് ഏതെല്ലാം കാലികമായ പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അവൻ യഥാർത്ഥത്തിൽ ഈശ്വരദൃഷ്ടിയിൽ ബ്രാഹ്മണനാണ്. അതുകൊണ്ട് ജന്മനാ ജായതേ ശൂദ്ര കർമ്മണ ജായതേ ദ്വിജ. കർമ്മം കൊണ്ട് മാത്രമാണ് ബ്രഹ്മത്വസിദ്ധി. ആ പരമമായ ഊർജത്തെയാണ്, പരമമായ ശക്തിയെയാണ് ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. യത് ചക്ഷുഷാ ന പശ്യതി ഏന ചക്ഷുംഷി പശ്യതി സദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യദിദമുപാസത്തെ. നിങ്ങൾ സാധാരണഗതിയിൽ എന്തിനൊക്കെ ഉപാസിക്കുന്നുവോ നിങ്ങളുടെ ഉപാസനാമൂർത്തി ഭേദങ്ങളല്ല ബ്രഹ്മത്വം. പിന്നെ എന്താണ്? യത് ചക്ഷുഷാ ന പശ്യതേ. കണ്ണുകൾ കൊണ്ട് കണ്ണിൻ്റെ ഇന്ദ്രിയപരമായ ഐന്ദ്രികമായ ശക്തി കൊണ്ട് നിങ്ങൾക്ക് ഏത് ശക്തിയെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ലയോ? നിങ്ങളുടെ കണ്ണിന് കാണാനുള്ള ശക്തി നൽകുന്നത് ഏത് ശക്തിയുടെ പ്രഭാവം കൊണ്ടാണോ, ഏത് ശക്തിയുടെ പ്രഭാവത്തിൽ നിന്നാണോ നിങ്ങൾക്ക് കാഴ്ച ലഭിക്കുന്നത്, ആ ശക്തിയാണ് ബ്രഹ്മത്വം. അതുകൊണ്ട് അതിനെ പരാശക്തി എന്ന് പറയും. പരാശക്തിയാണ് ബ്രഹ്മത്വം. ആ പരാശക്തിയെ ഹൃദയത്തിൽ സാക്ഷാത്കരിച്ചിട്ടുള്ള ആർക്കും ബ്രഹ്മത്വസിദ്ധിയുണ്ട്. യത് ശ്രോത്രേണ ന ശൃണോതി യേന ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യദിദമുപാസത്തെ എന്ന ഉപനിഷത്താണ്, കേനോപനിഷത്ത്. ആ ആശയങ്ങൾ പറയും അവിടെ. കേനോപനിഷത്തിലെ ആശയങ്ങളാണ് ഇദ്ദേഹത്തോട് ബ്രഹ്മത്വത്തെ സംബന്ധിക്കുന്ന ചർച്ചയിൽ ആര് പറയുന്നത്? ധർമ്മപുത്രർ പറയുന്നത്. വളരെ സന്തോഷമായി പെരുമ്പാമ്പിന്. ബ്രാഹ്മണനെ എങ്ങനെ തിരിച്ചറിയും? ഒരാൾക്ക് അഹിംസാലുമായിട്ട് അഭിനയിക്കാമല്ലോ ജീവിതാന്ത്യം വരെ, സത്യം പരിപാലിക്കുന്നവനായിട്ട് അഭിനയിക്കാമല്ലോ. എന്താണ് യഥാർത്ഥമായ ലക്ഷണം? സ്വന്തമായി വീടുണ്ടാകാതിരിക്കുക, സ്വന്തമായ സമ്പത്തുണ്ടാവാതിരിക്കുക, സ്വന്തമായി വസ്ത്രം പോലും ഉണ്ടാവാതിരിക്കുക, അനികേതനായിരിക്കുക, ഒരിടത്ത് സ്ഥിരമായി താമസിക്കാതിരിക്കുക, ലോകസഞ്ചാരിയായിരിക്കുക, കിട്ടുന്നിടം ഭവനമാണെന്ന് വിചാരിക്കുക, മക്കൾക്ക് വേണ്ടി സമ്പാദിക്കാതിരിക്കുക, മിച്ചമൊന്നും ഉണ്ടാവാതിരിക്കുക. അതാണ് ബ്രഹ്മത്വസിദ്ധിയുള്ളവനെ കണ്ടറിയാനുള്ള ബാഹ്യലക്ഷണങ്ങൾ. അറിവിനെ കുറിക്കുന്ന വെറും ഗ്രന്ഥപ്രതിപാദനമല്ല. ഇതിൽ നിന്ന് അങ്ങനെയുള്ള ആളിനെ കണ്ടെത്താം. പിന്നെ അവർ മറ്റുള്ളവർക്ക് എപ്പോഴും ഉപകാരം ചെയ്തുകൊണ്ടിരിക്കും, അന്യാർത്ഥമായി പരാർത്ഥമായി ജീവിച്ചു കൊണ്ടിരിക്കും. ഇത് അവരുടെ ലക്ഷണം. താടി വളർത്തുന്നതും മുടി വളർത്തുന്നതുമല്ല ബ്രഹ്മജ്ഞൻ്റെ ലക്ഷണം. ത്യാഗമാണ് അവരുടെ ലക്ഷണം. അപ്പോൾ അവർ ത്യാഗധനന്മാരായിരിക്കും. അപ്പോൾ ത്യാഗധനത്വത്തിൽ നിന്ന് ത്യാഗമാകുന്ന ധനത്തോടു കൂടിയവരാകയാൽ ത്യാഗധനത്വത്തിൽ നിന്ന് അവരെ കണ്ടുപിടിക്കാം. ഇതാണ് അവരുടെ ലക്ഷണം. ഇപ്പോൾ
ആനയെ കണ്ടുപിടിക്കാൻ ആനയുടെ ലക്ഷണങ്ങളുണ്ട്. ഇതുപോലെ ഓരോ മൃഗത്തിനും മൃഗത്തിൻ്റെ ലക്ഷണങ്ങളുണ്ട്. ഓരോ മനുഷ്യ വ്യക്തികൾക്കും അവരുടെ ലക്ഷണങ്ങളുണ്ടാകും. ഇതുപോലെ ബ്രഹ്മജ്ഞൻ്റെ ലക്ഷണം, യഥാർത്ഥ ബ്രാഹ്മണൻ്റെ ലക്ഷണം അവൻ്റെ ത്യാഗമാണ്. ത്യാഗമില്ലെങ്കിൽ അവൻ ബ്രാഹ്മണനെ അല്ല. അപ്പോൾ പുരോഹിതന്മാരെയൊക്കെ ഏത് വകുപ്പിൽപ്പെടുത്തും? എല്ലാ താപസന്മാരും ബ്രാഹ്മണരായിരിക്കുമോ? എല്ലാ താപസന്മാരും ബ്രാഹ്മണരല്ല. ത്യാഗമില്ലെങ്കിൽ ബ്രാഹ്മണനാകുന്നില്ല. പ്രതിഗ്രഹം വാങ്ങിക്കുന്നവർ ബ്രാഹ്മണരല്ല. ദക്ഷിണ വാങ്ങിക്കുന്നവരെ ഉത്തമ ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ കൂട്ടാൻ നിവർത്തിയില്ല. അഥവാ വാങ്ങിച്ചാൽ അത് അവർ അന്യന്മാർക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കണം. അവർക്ക് വേണ്ടി സമ്പാദിക്കാൻ പാടില്ല. ദക്ഷിണ അതിനുള്ളതാണ്. അപ്പോൾ അവരുടെ ഒരു ലക്ഷണം ത്യാഗവും മറ്റൊരു ലക്ഷണം അപരിഗ്രഹവുമാണ്. അപരിഗ്രഹമില്ലെങ്കിൽ മറ്റെന്ത് സിദ്ധി ഉണ്ടായാലും അവന് ബ്രഹ്മത്വം സിദ്ധിക്കുകയില്ല. സിദ്ധിച്ച ബ്രഹ്മത്വം നഷ്ടപ്പെടുക കൂടി ചെയ്യും. തറവാട്ട് മഹിമയും ജന്മവിശുദ്ധിയും വംശപാരമ്പര്യവും ബ്രാഹ്മണത്വത്തിൻ്റെ ലക്ഷണമേ അല്ല. അതുകൊണ്ട് അതൊന്നും ബ്രാഹ്മണത്വത്തിൻ്റെ ലക്ഷണമായി നമ്മുടെ സമുദായത്തിൽ, ലോകത്തിൽ കരുതുന്നുണ്ട്. അതൊന്നും ബ്രാഹ്മണത്വത്തിൻ്റെ ലക്ഷണമേ അല്ല. സർപ്പം പറഞ്ഞു, മകനെ, ഞാൻ സന്തുഷ്ടനായി. നീ യഥാർത്ഥ അറിവുള്ളവനാണ്, യഥാർത്ഥ വേദാന്തി, അദ്വൈത ദർശനം അറിയുന്നവൻ. നിൻ്റെ അത്രയും അറിവുള്ള ഒരുത്തനെ ഞാൻ ദേവലോകത്തും കണ്ടിട്ടില്ല, അവിടെ ദേവേന്ദ്രൻ്റെ പദവിയിലിരുന്ന കാലത്ത്. നീ ഇതെല്ലാം സംശയരഹിതമായി പറഞ്ഞുവല്ലോ. ഇങ്ങനെ സംശയരഹിതമായി മറ്റാർക്കും പറയാൻ സാധ്യമല്ല. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുഴങ്ങുന്നതായാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു കുഴക്കവുമില്ലാതെ, ഒരു കലക്കവുമില്ലാതെ നീ ഇത്രയും ഉപരിയായ ഒരു സംശയത്തെ എനിക്ക് തീർത്തു തന്നുവല്ലോ. എൻ്റെയും അഭിപ്രായം ഇതാണ്. അപ്പോൾ എൻ്റെ വംശപാരമ്പര്യത്തിൽ എൻ്റെ അഭിപ്രായം വെച്ച് പുലർത്തുന്ന ഒരു വംശസന്തതി എനിക്കുണ്ടായതിലും അവനുമായി സംസാരിക്കാൻ സാധിച്ചതിലും എനിക്ക് അതീവമായ സന്തോഷമുണ്ട്, കൃതാർത്ഥതയുണ്ട്. നമ്മുടെ വംശം വർദ്ധിച്ചു വരിക തന്നെ ചെയ്യും. നീ എന്നെ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇത് ഭഗവാൻ അഗസ്ത്യൻ പറഞ്ഞിരുന്നു. ധർമ്മപുത്രൻ വരും. ധർമ്മപുത്രൻ വന്നിട്ട് ഞാൻ വീഴുന്ന സമയത്ത്, പാമ്പായിട്ട് വീഴുന്ന സമയത്ത് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ധർമ്മപുത്രൻ വരും. ധർമ്മപുത്രൻ ബ്രഹ്മത്വോപദേശം ചെയ്ത് നിന്നെ ഈ പാതകത്തിൽ, നീ എന്നെ ചവിട്ടുക എന്ന പാതകമുണ്ടല്ലോ, ആ പാതകത്തിൻ്റെ പാപത്തിൽ നിന്ന്, ആ പാതകത്തിൻ്റെ ബാധയിൽ നിന്ന് അവൻ നിന്നെ രക്ഷിക്കും. നീ എന്നെ രക്ഷിച്ചു. നിൻ്റെ അനുജൻ എൻ്റെയും കൂടി വംശസന്തതി ആയതുകൊണ്ട് അവനെ ഞാൻ ഭക്ഷിക്കാൻ പോകുന്നില്ല. അവനെ ഞാൻ പിടിച്ചപ്പോൾ തന്നെ വിട്ടുകഴിഞ്ഞിരിക്കുന്നു. ഇതെനിക്കറിയാമായിരുന്നു. പിന്നെ അവനെയും ഒന്ന് പരീക്ഷിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഭൗതിക ശക്തിയല്ല പരമമായ ശക്തി, ഭൗതിക ശക്തിയാണ് പരമമായ ശക്തി എന്നവന് ധാരണ ഉണ്ടായിരുന്നു. ഭൗതിക ശക്തിയും ആവശ്യമാണ്. പക്ഷേ ഭൗതിക ശക്തികളെല്ലാം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആധ്യാത്മിക ശക്തിയുടെ, പരമമായ ശക്തിയുടെ മുന്നിൽ സ്തംഭിതമായി പോകും. അതും അവന് ഞാൻ മനസ്സിലാക്കി കൊടുത്തു. അവൻ ഞാൻ കടിച്ചപ്പോൾ തന്നെ മുക്തനാണ്, ഭൗതികമായി വിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നീ അവനെയും നമ്മുടെ വംശത്തെയും രക്ഷിക്കുകയും ലോകത്തിന് യഥാർത്ഥമായ ജ്ഞാനോപദേശിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇതാ നിൻ്റെ അനുജൻ. പിന്നെ നോക്കുമ്പോൾ ഇദ്ദേഹം നകുഷനായി പരിണമിച്ച് സ്വർഗത്തിലേക്ക് ഇവരെ അനുഗ്രഹിച്ചുകൊണ്ട് ഉയർന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. പെരുമ്പാമ്പിൽ നിന്ന് ഭീമനെ മോചിപ്പിച്ചതിന് ശേഷം വിശാഖ യൂപത്തിലെ താമസം അവസാനിപ്പിക്കാനുള്ള സമയമായി എന്ന് ലോമശൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾ ധൗമ്യനോടുകൂടി, നിങ്ങളുടെ കുലാചാര്യനായ ധൗമ്യനോടുകൂടി ആദ്യം രാജ്യം വിട്ട് നിങ്ങൾ വന്ന് താമസിച്ച കാമ്യക വനത്തിൽ തന്നെ പോയി താമസിക്കണം. ബാക്കിയുള്ള 2 വർഷം അവിടെ ശാന്തമായി ജീവിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രം തിരിച്ചു കിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചിട്ട് ലോമശൻ നേരെ സ്വർഗത്തിലേക്ക് പോയി. ധൗമ്യനോടുകൂടി
ഇവർ വന്ന് കാമ്യകവനത്തിൽ ആശ്രമം സ്ഥാപിച്ച് അവിടെ പാർപ്പ് തുടങ്ങിയതോടുകൂടി പിന്നെ ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ, പാർപ്പ് തുടങ്ങിയതോടുകൂടി ബ്രാഹ്മണരുടെയും അതുപോലെ മറ്റ് വലിയ തീർത്ഥാടകന്മാരായ സഞ്ചാരികളുടെയും ബഹളത്തിൽ മുങ്ങി കാമ്യകവനത്തിലെ ആശ്രമം. കാമ്യകവനത്തിൽ നിന്ന് വീണ്ടും ദ്വൈതവനത്തിലേക്കും ദ്വൈതവനത്തിൽ നിന്ന് കാമ്യവനത്തിലേക്കുമൊക്കെ പലപ്പോഴും ഇവർ മാറി മാറി താമസിച്ചിട്ടുണ്ട്. നേരത്തെ അർജുനൻ പോകുന്നതിന് മുമ്പും. ഇവരവിടെ എത്തി ഉടനെ തന്നെ അവരെ സന്ദർശിക്കാൻ ദ്വാരകയിൽ നിന്ന് ഒരു ദൂതൻ വന്നു, ബ്രാഹ്മണ ദൂതൻ. അദ്ദേഹം പറഞ്ഞു, ഭഗവാൻ ഇങ്ങോട്ട് എഴുന്നള്ളുന്നുണ്ട്, പാണ്ഡവന്മാരെ കാണാൻ, പാഞ്ചാലിയെ കാണാനും എഴുന്നള്ളുന്നുണ്ട്, മിക്കവാറും ഉടനെ ഉണ്ടാകും. അങ്ങനെ അവിടെ നിന്ന് യാദവന്മാർ എല്ലാവരും തേരിൽ കയറി, യാദവ പ്രമാണിമാരെല്ലാവരും, ഒരു 18 ശാഖകളുണ്ട്. ഈ 18 ശാഖകളുടെയും പ്രമുഖന്മാർ തേരിൽ കയറി അവരുടെ അനുയായികളുമായി ഉദ്യോഗസ്ഥ വൃന്ദവുമായി അവർ കാമ്യകത്തിലേക്ക് പുറപ്പെട്ടു വന്ന് കാമ്യകം വളരെ പെട്ടെന്ന് തന്നെ ഒരു നഗരമായിട്ട് മാറി. കൃഷ്ണനാണെങ്കിലും അർജുനനെ കാണാനുള്ള താല്പര്യമുണ്ട്, അർജുനന് കൃഷ്ണനെ കാണാനുള്ള താല്പര്യവും. ധർമ്മപുത്രനാണ് ആണെങ്കിൽ ഇത് കേട്ടതോടുകൂടി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി, സന്തോഷം കൊണ്ട് നൃത്തം ചെയ്തു. പാഞ്ചാലിക്കും സന്തോഷം. കൃഷ്ണനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആദ്യം എത്തിയത് കൃഷ്ണനല്ല, മാർക്കണ്ഡേയനാണ്. പാണ്ഡവന്മാർ വന്നിരിക്കുന്നു കാമ്യകവനത്തിൽ നിറഞ്ഞ് മാർക്കണ്ഡേയ മഹർഷി അവിടെ എത്തി. അത് കഴിഞ്ഞപ്പോൾ യാദൃച്ഛികമായി നാരദനുമെത്തി. അപ്പോൾ ഇരട്ടിച്ച് സന്തോഷമായി കൃഷ്ണൻ വരുന്നതിൻ്റെയും മാർക്കണ്ഡേയ മുനി എത്തിയതിൻ്റെയും നാരദ മഹർഷി യാദൃച്ഛികം എന്ന പോലെ അവിടെ വന്നു ചേർന്നതിൻ്റെയും സന്തോഷത്തിൽ പാണ്ഡവരും മറ്റ് അവിടെ കൂടിയിരിക്കുന്ന ഋഷികളും ബ്രാഹ്മണരും എല്ലാവരും സന്തോഷത്തിൽ മുങ്ങി. സന്തോഷത്തിൻ്റെ വൈവശ്യം എന്താണെന്നുള്ള വസ്തുത അവരറിഞ്ഞു. ഏത് ഭാവവും ആ ഭാവത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ ഒരു സഹിക്കാൻ വയ്യായികയിലേക്കെത്തും. ആ സഹിക്കാൻ വയ്യായികയെ ആ ഭാവത്തിൻ്റെ സമാധി എന്ന് പറയാം. ഭാവസമാധിയല്ല ഉദ്ദേശിക്കുന്നത്. ഭാവസമാധി യോഗശാസ്ത്രത്തിലെ ഒരു സാങ്കേതിക പദമാണ്. അങ്ങനെ സന്തോഷത്തിൻ്റെ സമാധിയിൽ, ആനന്ദത്തിൻ്റെ സമാധിയിൽ മുങ്ങി എല്ലാവരും അന്യനെ നോക്കിക്കൊണ്ട് നിശബ്ദരായി മൂകരായി ഇരുന്നു. അതിനെ വേണമെങ്കിൽ സാധാരണ ഭാഷയിൽ വാചാലമായ മൂകത എന്ന് വേണമെങ്കിൽ പറയാം. സംഭാഷണം ആരംഭിച്ചത് ധർമ്മപുത്രനാണ്. ധർമ്മപുത്രർ മാർക്കണ്ഡേയ മഹർഷിയോട് പറഞ്ഞു, ഞങ്ങളുടെ പൂർവികനായ പൂർവ പരമ്പരയിൽപ്പെട്ട ഞങ്ങളുടെ വംശപിതാവായ വംശസ്ഥാപകന്മാരിൽ നിന്ന് 5ാമനായ മഹാനായ നഹുഷനെ ഞാൻ കാണുകയുണ്ടായി. അദ്ദേഹം അഗസ്ത്യ മഹർഷിയുടെ ശാപം കൊണ്ട് പാമ്പിൻ്റെ രൂപത്തിൽ ഒരു മരുഭൂപ്രദേശത്ത് ഉള്ള ഗുഹയിൽ സ്ഥിതി ചെയ്യുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടു. ദേവേന്ദ്രൻ്റെ പദവിയിലിരുന്ന ഒരാളെ പോലും ശപിച്ചു തുലയ്ക്കത്തക്ക വിധത്തിൽ ബ്രാഹ്മണ്യത്തിന് എങ്ങനെ ശക്തി കിട്ടി? അദ്ദേഹം രാജാവായിരുന്നപ്പോൾ തന്നെ ഋഷിയായിരുന്നു. ഹസ്തനപുരിയിൽ ഋഷിയും രാജാവുമായിരുന്നതുകൊണ്ട് അദ്ദേഹം രാജർഷി പ്രമുഖൻ എന്ന് പ്രസിദ്ധി പെറ്റ ആളാണ് ലോകത്തിലെങ്ങും. അങ്ങനെ ഒരാളെ തെറ്റ് ചെറുതല്ലെങ്കിലും ശപിച്ച്, സാധാരണ ആളെ ശപിച്ച് തുലയ്ക്കുന്നത് പോലെ, നശിപ്പിക്കുന്നത് പോലെ എങ്ങനെ ശാപം കൊണ്ട് നശിപ്പിക്കാൻ, ശാപം കൊണ്ട് രൂപം മാറ്റാൻ ഇത്ര ഗംഭീര സത്വനായ, അസാധാരണ സത്വനായ നഹുഷനെ എങ്ങനെ ശാപം കൊണ്ട് രൂപം മാറ്റാൻ ഒരു ബ്രാഹ്മണ്യത്തിന് കഴിഞ്ഞു? ആ സിദ്ധി, ആ ശക്തി എങ്ങനെയാണ്? ആ ബലം, അസാധാരണമായ ആ ബലം, സാധാരണന്മാർക്ക് ലഭ്യമല്ലാത്ത ആ അസാധാരണ ബലം ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ആളുകൾക്ക് എങ്ങനെ സിദ്ധിക്കുന്നു? എന്താണ് അതിൻ്റെ പൊരുൾ? ക്ഷാത്രമോ ബ്രാഹ്മമോ വലുത്? ക്ഷാത്രമോ ബ്രാഹ്മമോ ലോകത്തെ നിലനിർത്തുന്നത്? അതെൻ്റെ
ഒരു മുഖ്യമായ സംശയമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഇടിവെട്ടുന്നത് പോലത്തെ ശബ്ദം. ഇദ്ദേഹം സംസാരിച്ചു തുടങ്ങിയതിൻ്റെ അല്ല മാർക്കണ്ഡേയൻ. ദാരുകൻ തെളിച്ച കൃഷ്ണൻ്റെ തേര് വന്ന് നിന്നതാണ്. പിന്നാലെ മറ്റുള്ളവരും. തേരിൽ നിന്ന് കൃഷ്ണൻ മാത്രമല്ല ഇറങ്ങിയത്. കൃഷ്ണനുമുണ്ട്. സാധാരണ വരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി സത്യഭാമയുമുണ്ട്. സാധാരണ കൃഷ്ണൻ മാത്രമേ വരാറുള്ളൂ. സത്യഭാമയും വന്നിരിക്കുന്നു. സത്യഭാമയെ കണ്ടതോടുകൂടി വലിയ ആശ്ചര്യമായി പാഞ്ചാലിക്ക്. ഈ കാനനവാസക്കാലത്ത് പാഞ്ചാലിക്ക് സന്ദർശകരാരുമില്ല. പാഞ്ചാലിയെ കാണാൻ ആരും വരുന്നില്ല. ഇവർ രാജ്യം നഷ്ടപ്പെട്ട് കാനനത്തിലേക്ക് പ്രവേശിച്ച കാലത്ത് വന്നതാണ്. അച്ഛനും സഹോദരനും ദൃഷ്ടദ്യുമ്നനും പാഞ്ചാലിനും കൂടി വന്നുപോയി. അതിനുശേഷം പിന്നെ ആരും പാഞ്ചാലിയെ കാണാൻ ചെന്നിട്ടില്ല. അപ്പോൾ പാഞ്ചാലിക്ക് സന്ദർശകരില്ല. കാണാൻ വരുന്നതൊക്കെ ധർമ്മപുത്രരെ, പിന്നെ പാണ്ഡവന്മാരെയും. അപ്പം അതിലൊരു പ്രാമുഖ്യക്കുറവ് അനുഭവിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാഞ്ചാലിയെ കാണാൻ സത്യഭാമ വന്നിരിക്കുന്നത്. വലിയ സന്തോഷമായി. അവർ രണ്ടുപേരും കൂടി വിശ്രംഭ സംഭാഷണങ്ങൾക്ക് വേണ്ടി ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇവർ മുറ്റത്തങ്ങനെ ശിബിരം അടിച്ചിരിക്കുകയാണ്. സംശയം അങ്ങനെ നിൽക്കുന്നു. ആ സംശയത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് കൃഷ്ണൻ കയറി പാഞ്ചാലിയോട് പറഞ്ഞു, നിൻ്റെ മക്കളെയൊക്കെ ഞാൻ പാഞ്ചാലത്തിൽ നിന്ന് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് യാദവന്മാരുടെ അഭ്യാസങ്ങളും കൂടി പഠിക്കട്ടെ എന്ന് വിചാരിച്ച് പാഞ്ചാല രാജ്യത്തിൽ നിന്ന് മക്കളെയൊക്കെ കൊണ്ടുവന്ന് മക്കളൊക്കെ ഇപ്പോൾ അഭിമന്യുവിനോടൊപ്പം ദ്വാരകയിലുണ്ട്. അവർ അനർത്ഥന്മാരോടും അന്ധകന്മാരോടും വൃഷ്ണികളോടും ഒന്നിച്ചു ചേർന്ന് നിങ്ങളുടെ വിയോഗമറിയാതെ അവർ രസിച്ചുകൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ട് മക്കളെ ചൊല്ലിയുള്ള പ്രയാസം നിനക്കുണ്ട് ഇല്ലേ? ഉണ്ട്. പ്രയാസപ്പെടേണ്ട ഒരാവശ്യമില്ല. അവർ വലിയ യുദ്ധ വിദഗ്ധന്മാരും വേദവിദ്യാ പാരംഗതന്മാരുമായി അവർ യാദവന്മാരുടെ കൂടെ സുഖമായി വസിക്കുന്നു. അതിനെ ചൊല്ലി ഖേദിക്കേണ്ടതില്ല.